സ്റ്റുഡൻസ് വെൽക്കം ടു യുവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആനുവിറ്റി. അതായത് നമ്മൾ ലാസ്റ്റ് വീഡിയോസ് ഒക്കെ ചെയ്ത സമയത്ത് ഒരു സിംഗിൾ സമ്മിൻ്റെ ഫ്യൂച്ചർ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുന്ന സിസ്റ്റമാണ് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ചില സമയത്തിൽ ക്യാഷ് ഫ്ലോസ് എന്ന് പറയുന്നത് സെയിം എമൗണ്ട് തന്നെ ആയിരിക്കും, പക്ഷേ എല്ലാ വർഷവും അതേ എമൗണ്ട് തുടർന്ന് വരുന്ന ഓരോ വർഷങ്ങളും നമ്മൾ അതെങ്ങനെ പേയ്മെൻറ്റ് ഒന്നില്ലെങ്കിൽ റിസീവ് ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ടാവാം. അതിന് നല്ലൊരു എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ, അപ്പോൾ നമ്മൾ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകളിലൊക്കെ ചേർന്നുണ്ടായിരിക്കും. ഇപ്പോൾ ഇൻഷുറൻസ്, അതേപോലെ പ്രൊവിഡൻറ്റ് ഫണ്ട്, പെൻഷൻ, ഈ വക സംവിധാനത്തിലൊക്കെ ഇൻവെസ്റ്റർ എന്താ ചെയ്യുന്നത്, സീരീസ് ഓഫ് പേയ്മെൻറ്റ്സ് അവിടെ നടത്തുന്നുണ്ട്. ഇപ്പോൾ ഇൻഷുറൻസ് എടുത്ത ഒരാൾക്ക് എല്ലാ വർഷവും ഒരു തുക അടയ്ക്കേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനെ ആ സീരീസ് ഓഫ് പേയ്മെൻറ്റിനെയാണ് എന്ത് പറയുന്നത്, ആനുവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആനുവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഫിനിറ്റ് സീരീസ് ആണ്. ഫിനിറ്റ് എന്ന് പറയുന്നത് എന്താ, നമുക്കറിയാം ഇൻഷുറൻസ് ഒരു 10 വർഷത്തേക്ക് ഇൻഷുറൻസ് നമ്മൾ ചേർന്നുണ്ടെങ്കിൽ എല്ലാ വർഷവും നമ്മൾ 2000 രൂപ അടയ്ക്കുക എന്ന് പറയുമ്പോൾ 10 വർഷവും നമ്മൾ 2000 രൂപ അവിടെ അടച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈക്വൽ ആയിട്ടുള്ള ക്യാഷ് ഫ്ലോ റെഗുലർ ഇൻ്റർവെല്ലിൽ എല്ലാ വർഷവും ഡിസംബറിൽ, എല്ലാ വർഷവും മാർച്ചിൽ 20,000 അടയ്ക്കുന്നു പറഞ്ഞാൽ റെഗുലർ ഇൻ്റർവെല്ലിൽ ഈക്വൽ ആയിട്ടുള്ള ക്യാഷ് ഫ്ലോ ഒരു ഫിനിറ്റ് സീരീസ് 10 വർഷം വരേക്ക് അടയ്ക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ സീരീസ് ഓഫ് പീരിയോഡിക് ക്യാഷ് ഫ്ലോസ് ഇൻ ദാറ്റ് ഫോം ഓഫ് ഐദർ റെസീറ്റ്സ് ഓർ പേയ്മെൻറ്റ്സ് ഓഫ് ഈക്വൽ എമൗണ്ട്. അപ്പോൾ ആനുവിറ്റി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒരു ഫിനിറ്റ് പീരീഡ് വരേക്ക്, അതായത് 10 വർഷത്തേക്ക് എല്ലാ വർഷവും 2000 രൂപ വെച്ച് നമ്മൾ അടയ്ക്കുന്ന സിസ്റ്റം എന്ന് ആലോചിക്കുക. അപ്പോൾ അവിടെ കാലയളവ് ഫിക്സഡ് ആണ്, അടയ്ക്കുന്ന എമൗണ്ട് ഈക്വൽ ആണ്, റെഗുലർ ആയിട്ടുള്ള ഇൻ്റർവെല്ലായിരിക്കും നമ്മൾ അടയ്ക്കുന്നുണ്ടാവുക. അപ്പോൾ ഇതിനെയാണ് ആനുവിറ്റി എന്ന് പറയുന്നത്. ഈസ് എ സീരീസ് ഓഫ് ഈക്വൽ ക്യാഷ് ഫ്ലോസ്. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു വേർഡ്, ഓർത്ത് വെക്കാനുള്ള ഒരു വേർഡാണ് ഇൻ ഷോർട്ട് ആനുവിറ്റി ഈസ് എ സീരീസ് ഓഫ് ഈക്വൽ ആനുവൽ ക്യാഷ് ഫ്ലോ. തുല്യമായിട്ട് സ്ഥിരമായിട്ട് ഒരു നിശ്ചിത കാലയളവ് വരെ നമ്മൾ അടച്ചുകൊണ്ട് പോകുന്ന ആ ഒരു സിസ്റ്റത്തിനെയാണ് ആനുവിറ്റി എന്ന് പറയുന്നത്. ഇവിടെ എക്സാമ്പിൾ പറയുന്നുണ്ട്. ഇപ്പോൾ ഡെപ്പോസിറ്റ് ഓഫ് 2000 ഈച്ച് ഇയർ ഈസ് ടു ബി മെയ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് ഓഫ് ദ നെക്സ്റ്റ് 4 ഇയേഴ്സ് ഫ്രം ടുഡേ. ഇന്ന് മുതൽ അടുത്ത 4 വർഷത്തേക്ക് എല്ലാ വർഷവും അവസാനം 2000 രൂപ വെച്ച് നമ്മൾ അടയ്ക്കുന്നു. referred to as annuity of deposit of ₹2000 for 4 years. 4 വർഷത്തേക്ക് 2000 രൂപ വെച്ച് നമ്മൾ അടയ്ക്കുകയാണ് ചെയ്യുന്നത്. There are 2 types of annuity, namely ordinary annuity ഉണ്ട്, annuity due ഉണ്ട്. 2 തരത്തിലാണ് ആനുവിറ്റി ഉള്ളത്. ഒന്ന് ഓർഡിനറി ആനുവിറ്റി എന്നറിയപ്പെടുന്നു, രണ്ടാമത്തെ ആനുവിറ്റി ഡ്യൂ എന്നറിയപ്പെടുന്നു. അപ്പോൾ എന്താണ് ഈ ഓർഡിനറി ആനുവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പേയ്മെൻറ്റ്സ് ആർ മെയ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച്